സംസാരിച്ചാൽ നമുക്കത് കൂടുതലുണ്ടാവുള്ളൂ. അത് നമ്മ എന്തോരം പഠിച്ചാലും അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ പ്രോപ്പർ ആവും. ശരി, അതെ അതെ. അത് നമുക്കിപ്പോ എഴുതുമ്പോ കുഴപ്പമില്ല, ആ ഒരു ഇതിലങ്ങോട്ട് ഫ്ലോയിൽ നമ്മള് ഒരാളായിട്ട് സംസാരിക്കണം, സ്പീക്ക് ചെയ്യണം. ഒരാളായിട്ട് നമുക്ക് സംസാരിക്കുമ്പോ നമ്മ എന്തോരം പഠിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും വായിൽ വരില്ല, അങ്ങോട്ട് മൊത്തത്തിൽ ബ്ലാങ്ക് ആയി പോകും. നമ്മൾ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം, അപ്പോഴേ ശരിയാവുള്ളൂ അല്ലേ? അതങ്ങനെയാണ്, എന്തോരം പഠിച്ചാലും അത് സംസാരിക്കുന്ന സമയത്ത് നമ്മ അങ്ങോട്ട് ബ്ലാങ്ക് ആവും. Good afternoon. Good afternoon, ma'am. ലേബർ റൂം കാര്യങ്ങൾ പഠിച്ചു. എന്തായിരുന്നു ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി? എന്തായിരുന്നു കാരുണ്യ ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി? ഒബ്സ്റ്റെട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഫ്റ്റർ ഡെലിവറി, അതായത് ലേബറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെലിവറി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് പ്രസവിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒബ്സ്റ്റെട്രിക്സിലാണ് വരുന്നത്. ഗൈനക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റെട്രിക്സ്. ഓക്കെ, ദെൻ ഗൈനക്കോളജി സ്ത്രീകളുടെ രോഗം, വേറെ പല രോഗങ്ങളുമായി വരുന്നതൊക്കെ ഗൈനക്കോളജിയിലാണ് വരുന്നത്. കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യുകയും ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി അല്ലെ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. ദെൻ മെറ്റേണിറ്റി വാർഡിലെ ഡിഫറെന്റ് ഏരിയാസ് ഏതെല്ലാമായിരുന്നു? നീഹ മെറ്റേണിറ്റി വാർഡിൽ ഉൾപ്പെടുന്ന ഡിഫറെന്റ് ഏരിയാസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു അത്? നീഹ ഓർ റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി ഏരിയ, ഡെലിവറി റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ദെൻ ലേബർ റൂമിന് മറ്റൊരു പേര് കൂടി നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? ബർത്തിങ് യൂണിറ്റ്. ലേബർ റൂം എവിടെയാണ് വരേണ്ടത്? അതിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? ഐസൊലേറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ എൻട്രൻസിൽ നിന്നും പെട്ടെന്ന് കാണുന്ന റീച്ചബിൾ ആയിരിക്കണം. അതുപോലെ OT ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അടുത്തായിരിക്കണം. അതെ, ഓക്കെ, വെരി ഗുഡ്. കൺവീനിയന്റ് ആയിട്ടുള്ള ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കണം. പിന്നെന്തായിരുന്നു? ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തായിരിക്കണം. അതുപോലെ തന്നെ മറ്റു തടസ്സങ്ങളൊന്നും കൂടാതെ എന്താണ് ലേബർ റൂമിൽ എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഒരു ലേബർ റൂം സെറ്റ് ചെയ്യേണ്ടത്. ഇനി അതിന്റെ ഡിസൈനിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഡിസൈനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? സ്ട്രക്ചർ, അതുപോലെ വീൽ ചെയേഴ്സ് ഒക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഡോർ ആയിരിക്കണം അതിലുണ്ടായിരിക്കേണ്ടത്. അതുപോലെ ലൈറ്റ്, അതുപോലെ പവർ ബാക്കപ്പ്, വെന്റിലേഷൻ, ട്രയേജ് ഏരിയ, അതുപോലെ ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ, ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ് വേണ്ടി കോമൺ സപ്ലൈസ് വെക്കാനായിട്ടും, ലിനൻസ് ഓട്ടോക്ലേവ് സപ്ലൈസ് വെക്കാനായിട്ടും, അതുപോലെ കോമൺ സപ്ലൈസസ്, അതായത് ടവൽ, ക്ലോത്ത്സ് ഒക്കെ വെക്കാനായിട്ടുള്ള സെപ്പറേറ്റ് റൂം. അതുപോലെ പിന്നെ അവിടുത്തെ ബ്ലോക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ളതായിരിക്കണം. പുറത്തെ സൗണ്ടുകളൊന്നും അകത്തേക്ക് കയറാത്ത രീതിയിൽ അവിടെയുള്ള ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലായിരിക്കണം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് റൂംസ്. റിലാക്സേഷന് വേണ്ടി, ആ പേഷ്യന്റിന്റെ റിലാക്സേഷന് വേണ്ടി എന്താണ് കംഫർട്ട് ആയിട്ടുള്ള ഒരു റൂം ആയിരിക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ LDR ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി കോംപ്ലക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 സോൺസ്. ഓക്കെ, മെയിൻലി LDR കോംപ്ലക്സിനെ 3 സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണിത്? ഫസ്റ്റ് വൺ ആണ് അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ ആൻഡ് ഡെലിവറി സോൺ. ഓക്കെ, ഏതൊക്കെയാണ് 3 സോണുകള്? ഫസ്റ്റ് വൺ ഏതാണ്? അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ ആൻഡ് ഡെലിവറി സോൺ. ഡെലിവറി സോൺ വരുന്നുണ്ട്. ദെൻ അൺസ്റ്റെറൈൽ സോണിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതെല്ലാമാണ് നോക്കിക്കോളൂ. അൺസ്റ്റെറൈൽ സോൺ കൺസിസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി, ചാപ്റ്റർ 29 ലേബർ റൂം. ഓക്കെ, ഏതൊക്കെയാണ് അൺസ്റ്റെറൈൽ സോണിൽ വരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ വരുന്നുണ്ട്. എന്താ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ? പേഷ്യന്റിന്റെ എന്താണ് റെക്കോർഡ്സുകൾ അപ്ഡേറ്റ് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മെഡിക്കൽ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വെയിറ്റിംഗ് ഏരിയ എന്താണ്? പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് റിലേറ്റീവ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയയാണ് വെയിറ്റിംഗ് ഏരിയയിൽ വരുന്നത്. ഓക്കെ, ദെൻ പബ്ലിക് യൂട്ടിലിറ്റി എന്താണ്? പബ്ലിക് യൂട്ടിലിറ്റി ഏരിയ റെസ്റ്റ് റൂം, അതുപോലെ ടോയ്ലറ്റ്സ്,
ക്യാൻറ്റീൻ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ ആയിരിക്കും പബ്ലിക് യൂട്ടിലിറ്റി ഏരിയയിൽ വരുന്നത്. ക്ലിയർ ആണോ? അൺസ്റ്റെറൈൽ സോൺ, ആ ഏരിയയുടെ പ്രത്യേകത എന്താണ്? പേരിൽ തന്നെ ഉണ്ട്, എന്താണ്? അൺസ്റ്റെറൈൽ ആയിരിക്കും, സ്റ്റെറൈൽ അല്ലാത്തത്. സ്റ്റെറൈൽഡ് അല്ല അല്ലേ, അൺസ്റ്റെറൈൽഡ് സോൺ ആയിരിക്കും അത്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ പ്രൊട്ടക്റ്റീവ് സോൺ. എന്താണ് പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് ചേഞ്ചിങ് റൂം. ഓക്കെ, എന്തിനു വേണ്ടിയാ ചേഞ്ചിങ് റൂം? ഡ്രസ്സിംഗ് റൂം ഡ്രസ് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട്. ഓക്കെ, മെയിൻലി അമ്മയുടെയും സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എവിടെയാണ്? ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ്. വിച്ച് ഈസ് എന്താണ്? PPE വെയർ ചെയ്യുക. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? അമ്മയുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റിക്ക് വേണ്ടിയാണ് അല്ലേ? അപ്പൊ അതിനുള്ള PPE വെയർ ചെയ്യുന്നതിനുള്ള ചേഞ്ചിങ് റൂം ഉൾപ്പെടുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ദെൻ പ്രീ ലേബർ റൂം. എന്തായിരുന്നു പ്രീ ലേബർ റൂം? ലേബറിന് മുന്നേ, മുമ്പുള്ള ഡെലിവറിക്ക് മുന്നേ. ഡെലിവറിക്ക് മുന്നേ ഒരു സ്റ്റേജ് ആണ് അല്ലെങ്കിൽ ഒരു റൂം ആണ് പ്രീ ഡെലിവറി റൂം. ഡെലിവറി പ്രോസസ്സ് വരെ ആ പേഷ്യന്റ് എവിടെയായിരിക്കും സ്റ്റേ ചെയ്യുന്നത്? പ്രീ ഡെലിവറി റൂമിലായിരിക്കും. ഓക്കെ, അതും പ്രൊട്ടക്റ്റീവ് സോണിന്റെ ഭാഗമാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം എക്സെട്ര. ഓക്കെ, മെഡിസിൻ സ്റ്റോർ, ഇത്ര മെഡിസിൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന, ഒരു ലേബറിന് ആവശ്യമായി വരുന്ന എന്താണ് മെഡിസിൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയാസും ഉൾപ്പെടുന്നത് എവിടെയാണ്? പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ക്ലിയർ ആണോ അത്? പ്രൊട്ടക്റ്റീവ് സോൺ. യെസ് മാം. And the third zone, എന്തോ ഡെലിവറി സോൺ. ഓക്കെ, ഡെലിവറി സോൺ കൺസിസ്റ്റ് ഓഫ് ക്ലീൻ സപ്ലൈ റൂം, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം. ഏതൊക്കെയാ വരുന്നത്? ഡെലിവറി സോണിൽ ചൈൽഡ് ബർത്ത് പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത് എവിടെയാണ്? ഡെലിവറി സോണിലാണ്. അതായത് ഏതാണ്? ക്ലീൻ സപ്ലൈ റൂം. ഓക്കെ, ഡെലിവറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡിവൈസുകളും അല്ലെങ്കിൽ എല്ലാ മെറ്റീരിയൽസും ക്ലീൻ ആയിട്ടുള്ളതെല്ലാം കീപ്പ് ചെയ്യുന്നത് ഈ ഡെലിവറി സോണിലാണ് ഉൾപ്പെടുന്നത്. പിന്നെ എന്താ സ്ക്രബ് സ്റ്റേഷൻ? എന്തായിരുന്നു? സ്ക്രബിംഗ് ചെയ്യുന്ന സ്ഥലം. സ്ക്രബിംഗ് എന്താണ്? സ്ക്രബിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹാൻഡ് വാഷ്. ഹാൻഡ് പ്രോപ്പർ വാഷ്, സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപ് ചെയ്യേണ്ട ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതിനെയാണ് സ്ക്രബിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ക്രബിംഗ് ചെയ്യുന്നതിനുള്ള ആ ഏരിയാസും ഉൾപ്പെടുന്നത്, ആ സ്റ്റേഷനും വരുന്നത് എവിടെയാണ്? ഡെലിവറി സോണിലാണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഡെലിവറി റൂം. എന്താണ്? ചൈൽഡ് ബർത്ത് പ്രോസസ്സ് നടക്കുന്ന ആ സ്പെഷ്യൽ റൂമും ഡെലിവറി സോണിലാണ് ഉൾപ്പെടുന്നത്. 3 കാര്യങ്ങൾ ക്ലിയർ ആണോ? ഈ 3 സോണുകൾ ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, അപ്പൊ LDRനെ എത്ര സോണായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 3. ഏതൊക്കെയാ അത്? അതെ, അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. അൺസ്റ്റെറൈൽ സോൺ വരുന്നുണ്ട്. അതിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാ? അൺസ്റ്റെറൈൽ സോൺ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി ഏരിയ. പ്രൊട്ടക്റ്റീവ് സോൺ, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, മെഡിസിൻ സ്റ്റോർ ചെയ്യുന്ന റൂം ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഡെലിവറി സോണിലാണെങ്കിലോ? ക്ലീൻ സപ്ലൈ റൂം, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം. ഓക്കെ, അപ്പോൾ എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ, സ്ക്രബ് സ്റ്റേഷൻ ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? ഏത് സോണിലായിരിക്കും സ്ക്രബ് സ്റ്റേഷൻ? ഡെലിവറി സോൺ ആയിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്. പേഷ്യന്റിന്റെയും അതേപോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫുകളുടെയും എന്താണ് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ട എന്താണ് പലതരം ഫെസിലിറ്റീസ് വേണം അല്ലെ? ഒരു ലേബർ കോംപ്ലക്സിൽ അല്ലെങ്കിൽ LDR കോംപ്ലക്സിൽ പലതരത്തിലുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഏതൊക്കെ ആയിരിക്കണം? എന്തൊക്കെ ഉണ്ടാകണം? ഫസ്റ്റ് വൺ എന്താണ്? നേഴ്സിംഗ് സ്റ്റേഷൻ. എന്താണ് നേഴ്സിംഗ് സ്റ്റേഷൻ? നഴ്സസിന് ഇരിക്കാനായിട്ടും അവരുടെ ഫയൽസ് കീപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്ഥലം. പേഷ്യന്റിന്റെ റെക്കോർഡ്സുകൾ അപ്ഡേറ്റ് ചെയ്യാനും ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയും അല്ല, നേഴ്സസിന് വേണ്ടി മാത്രം എന്താണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ഏരിയയാണ് നേഴ്സിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അത്? നെക്സ്റ്റ് എന്താ? സൂപ്പർവൈസേഴ്സ് ഓഫീസ്. എന്താണ്? നേഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഓഫീസ് വരുന്നത് എവിടെയാണ്? ഈ LDR കോംപ്ലക്സിൽ തന്നെയാണ്. ഓക്കെ, സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി എന്താ? സൂപ്പർവൈസ് ചെയ്യുക, നഴ്സസിനെ സൂപ്പർവൈസ് ചെയ്യുക. എന്താണ്? ആ LDR കോംപ്ലക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്താണ്? സൂപ്പർവൈസ് ചെയ്യുക. ഓക്കെ, നേഴ്സസിന്റെ സ്റ്റാഫുകളെ സൂപ്പർവൈസ് ചെയ്യുക. ദെൻ വെയിറ്റിംഗ് റൂം. ഒരു LDR കോംപ്ലക്സിന് വെയിറ്റിംഗ് റൂം വേണ്ടേ? റിലേറ്റീവ്സിനെ വെയിറ്റ് ചെയ്യാനായിട്ട് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി ഒരു വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കണം. ദെൻ സ്ക്രബ് ഏരിയാസ് ആൻഡ് വാഷിംഗ് ഏരിയാസ്. എന്താണ്? സ്ക്രബ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ വാഷിംഗ് ഏരിയാസും എന്താണ് ഉണ്ടായിരിക്കണം. ദെൻ ഡ്യൂട്ടി റൂംസ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്ത് ചേഞ്ചിങ് ഏരിയാസ്. ഓക്കെ, ഇതെല്ലാം വേണം. അതോടൊപ്പം തന്നെ റൂം ഡിസൈൻഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് മെഡിസിൻസും അതേപോലെ മറ്റ് എക്യുപ്മെന്റ്സുകളും സ്റ്റോർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റൂംസുകളും എന്താണ്? ഡിസൈൻ ചെയ്തിരിക്കണം. ദെൻ സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ്. എന്തൊക്കെയാണത്? ഓട്ടോക്ലേവ്.
ഓട്ടോക്ലേവിംഗ് അല്ലേ, അത്തരത്തിലുള്ള സ്റ്റെറിലൈസിങ് ആ റൂം എന്താണ് ജെം ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതേപോലെ തന്നെ LDR കോംപ്ലക്സിൽ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസുകളെയും എന്ത് ചെയ്യണം, ജെം ഫ്രീ ആക്കുകയും വേണം. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ കോംപ്ലക്സിൽ ഉണ്ടായിരിക്കണം. ദെൻ ക്ലിനിക്കൽ ഏരിയാസ് എന്തൊക്കെയാണത്? പ്രീ ഡെലിവറി റൂം വേണം, വേണ്ടേ? പ്രീ ഡെലിവറി റൂം ആ പേഷ്യന്റിന് പരിചരണം നൽകുന്നതിന് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും എന്താണ് ഉണ്ടായിരിക്കണം. പ്രീ ഡെലിവറി റൂം ആണെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും പേഷ്യന്റ് മോണിറ്റേഴ്സ് ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റീസും ആ ഒരു റൂമിൽ ഉണ്ടായിരിക്കണം. ദെൻ അതിന്റെ ഫ്ലോറിംഗ് എങ്ങനെയായിരിക്കണം? ടൈൽസ് ആയിരിക്കണം, ഒരിക്കലും സ്കിപ്പ് ആവാത്ത അല്ലെങ്കിൽ തെന്നി പോവാത്ത രീതിയിലുള്ള ടൈൽസ് ആയിരിക്കും. ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ് ആയിരിക്കണം. മെയിൻലി എങ്ങനെയാണ് ആന്റി സ്കിഡ്, സ്ലിപ്പ് ആകാത്ത അല്ലെ, നല്ല ഗ്രിപ്പ് ഉള്ള എന്താണ് ആന്റി സ്കിഡ് ആയിട്ടുള്ള ഫ്ലോറിംഗ് ആയിരിക്കണം. ദെൻ സെൻട്രലി എയർ കണ്ടീഷൻഡ് എന്തായിരിക്കാം? സെൻട്രലി എയർ കണ്ടീഷൻഡ് സെൻട്രലൈസ്ഡ് AC. സെൻട്രലൈസ്ഡ് AC ആയിരിക്കണം. സെപ്പറേറ്റ് ACയിൽ നിന്നും ഇത്തരം റൂമുകളിലേക്ക് ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം എങ്ങനെയാണ്, ഒരൊറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് ഒരൊറ്റ എയർ കണ്ടീഷന്റെ ഹെൽപ്പോട് കൂടി എല്ലാ റൂമിലേക്കും ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള സിസ്റ്റം ആയിരിക്കണം ഇവിടെ ഉണ്ടാകേണ്ടത്. ക്ലിയർ ആണോ? ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് എന്തൊക്കെ ഫെസിലിറ്റീസാ വേണ്ടത്? അപ്പോ വിജി, നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ നഴ്സുമാരിനൊക്കെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഒരു സൂപ്പർവൈസർ ഓഫീസ് ഉണ്ടായിരിക്കും. പിന്നെ വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കും. പിന്നെ സ്ക്രബ് ഏരിയാസ് ആൻഡ് വാഷിംഗ് ഏരിയാസ് ഉണ്ടാവും. പിന്നെ ഡ്യൂട്ടി റൂംസ് ആൻഡ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്ത് ചേഞ്ചിങ് ഏരിയാസ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ റൂംസ് ഡിസൈൻ ചെയ്ത് സ്റ്റോറേജ് എക്യുപ്മെന്റ്സ് ആൻഡ് മെഡിസിൻസ് ഇതിനൊക്കെ റൂംസ് ഉണ്ടായിരിക്കും. പിന്നെ സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റി ആൻഡ് ക്ലിനിക്കൽ ഏരിയാസ്. പിന്നെ അവിടുത്തെ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് ടൈൽ ആൻഡ് ആന്റി സ്കിഡ് ആയിരിക്കണം. പിന്നെ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ ആയിരിക്കണം. ഇത്രയും ഫെസിലിറ്റീസ് ഒരു LDR കോംപ്ലക്സിന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ ഇത്? ലേബർ വാർഡ് പ്രോട്ടോകോൾസ്. എന്താ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞ എന്തായിരുന്നു? നിയമങ്ങൾ, ഇൻസ്ട്രക്ഷൻസ്, മാർഗനിർദ്ദേശങ്ങളെ. അപ്പൊ ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്തായിരിക്കാം? ലേബർ വാർഡിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് ഒരു പേഷ്യന്റിന് സേഫ്റ്റി ഉറപ്പുവരുത്തുക, അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോട്ടോകോൾസ് ഉണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ എന്തൊക്കെ വരാം? വാർഡുകളുടെ പ്രവർത്തനം പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നത്, പ്രഗ്നൻസി വുമണിന് ആവശ്യമായ എല്ലാ ഹൈ ലെവൽ ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രോട്ടോകോൾസുകൾ നിലവിലുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് അതിൽ എന്തൊക്കെയാ വരുന്നത്? ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. Administration policies encompass the duties and obligations of administrative and professional responsibilities, criteria for admission, traffic control, ward regulations, disaster management. Okay, ഈ ഫീൽഡിലെല്ലാം ഈ ഏരിയാസിലെല്ലാം എന്തുണ്ട്? പ്രോട്ടോകോൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് ധാരാളം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ, അവരെ കുറിച്ച് എന്താണ്? പ്രോട്ടോകോൾസ് നിലവിലുണ്ട്. അതേപോലെ തന്നെയാണ് അഡ്മിഷൻ എടുക്കുന്നതിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് ചില പ്രോട്ടോകോൾസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കാം? പെയിനുമായിട്ട് ഒരു പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റിനെ അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം? ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഇനീഷ്യൽ അസസ്മെന്റിന് വിധേയമാക്കണം, വേണ്ടേ? വേണം. ഓക്കെ, അതിനുശേഷം ട്രയൽസ് ഏരിയയിൽ നിന്നും എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യിക്കേണ്ടത്? ഓക്കെ, ഓരോ പ്രോസസ് ഉണ്ട്, ഓരോ സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതെല്ലാം വ്യക്തമായ പ്രോട്ടോകോൾസ്, ഇതിനെ പറ്റിയെല്ലാം വ്യക്തമായ പ്രോട്ടോകോൾസ് ഹോസ്പിറ്റലുകൾക്ക് ഉണ്ട്. ഓക്കെ, അതനുസരിച്ചായിരിക്കണം സ്റ്റാഫുകൾ പ്രവർത്തിക്കേണ്ടത്. ക്ലിയർ ആണോ? ക്രൈറ്റീരിയ ഫോർ അഡ്മിഷന് വരുന്ന പേഷ്യന്റിനെ ഡയറക്റ്റ് ആയിട്ട് നേരെ നമ്മൾ ലേബർ റൂമിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യിക്കേണ്ടത്? എന്തൊക്കെ ചെയ്യണം? അവർ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം അല്ലെ, റെക്കോർഡ്സ് റെഡി ആക്കണം. അതേപോലെ തന്നെ എന്താണ്? ഇനീഷ്യൽ അസസ്മെന്റിന് വിധേയമാക്കേണ്ടതുണ്ട്. അതിനുശേഷം പ്രീ ഡെലിവറി റൂം, അതിനുശേഷമാണ് ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലായിരിക്കണം, ഈ പ്രോട്ടോകോൾസ് പാലിച്ചായിരിക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ദെൻ ട്രാഫിക് കൺട്രോൾ എന്തായിരിക്കാം? അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രോട്ടോകോൾസ് ആയിരിക്കാം ഉണ്ടാകുന്നത്? തിക്കും തിരക്കൊന്നും ഇല്ലാതെ നല്ല കൺട്രോളിൽ കൊണ്ടുവരേണ്ടതുണ്ട് അല്ലെ.
അതുമായി ബന്ധപ്പെട്ട ചില പ്രോട്ടോകോൾസ് ഉണ്ട് അല്ലെ. പേഷ്യന്റിന്റെയും അമ്മയുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റി ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രോട്ടോകോൾസ് ഉണ്ട്. അതിലൊന്നാണ് വിസിറ്റേഴ്സിന് എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഓക്കെ, ആ ജെം ഫ്രീ എൻവയോൺമെന്റ് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുവേണ്ടി വിസിറ്റേഴ്സിനെ അലോ ചെയ്യുന്നതല്ല. ദെൻ വാർഡ് റെഗുലേഷൻസ്, മെറ്റേണിറ്റി വാർഡുമായിട്ട് ബന്ധപ്പെട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ചില ചട്ടങ്ങളുണ്ട്. അതെല്ലാം പാലിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. എന്തൊക്കെയായിരിക്കാം? അനാവശ്യമായിട്ട് ആരെയും കടത്തി വിടില്ല, വിസിറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ചെക്കപ്പുകൾ, ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. എല്ലാ വൈറ്റൽ സയൻസുകളും മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ടൈം വരുന്നുണ്ട് അല്ലെ. വിസിറ്റേഴ്സിന് എന്താണ് ഒരു പ്രത്യേക ടൈം, പർട്ടിക്കുലർ ടൈം കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ മാത്രമായിരിക്കും വിസിറ്റ് ചെയ്യാനായിട്ട് എന്താണ് അനുമതി ലഭിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത്തരം പ്രോട്ടോകോൾസും എന്താണ് വാർഡുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോട്ടോകോൾസും പാലിച്ചിരിക്കണം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ അതിനെങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, ആ സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്യണം, അതിനെങ്ങനെ മാനേജ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തമായ പ്രോട്ടോകോൾസ് ഹോസ്പിറ്റലുകൾക്ക് ഉണ്ട്. ഓക്കെ, നമ്മൾ പറയുകയാണെങ്കിൽ സ്പില്ലേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ കുറെ പ്രോട്ടോകോൾസ് പഠിച്ചില്ലേ? ബ്ലഡിന്റെ സ്പില്ലേജ് ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം എന്താ പറയാ, എല്ലാ കോൾ ചെയ്തിട്ട് ജസ്റ്റ് ഇൻഫോം ചെയ്യണം. ഓക്കെ, എന്നിട്ട് അത് മേജർ ആണോ, സ്പില്ലേജ് മേജർ ആണോ മൈനർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ ശേഷം നമ്മളെ കയ്യിലുള്ള അതായത് കോട്ടൺ സ്പഞ്ച് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ക്ലീൻ ചെയ്യുക. എന്നിട്ട് PPE വെയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം സോപ്പും വാട്ടറും ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഡ്രൈ ചെയ്യാൻ വേണ്ടിട്ട് എല്ലാ വാതിലും വിൻഡോസ് ഒക്കെ തുറന്നിടണം. ഓക്കെ, അതിൽ നമ്മൾ ഉപയോഗിച്ച അബ്സോർബൻ മെറ്റീരിയൽസ് എല്ലാം എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ലേബൽ ചെയ്ത കണ്ടെയ്നറിൽ വേണം, കണ്ടെയ്നറിലോ ബാഗിലോ നമ്മൾ ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഒരു പ്രോട്ടോകോൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ടായാൽ, അതേപോലെ കോവിഡ് പേഷ്യന്റ് വന്നു, ഒരു ഇൻഫെക്റ്റഡ് പേഷ്യന്റ് വന്നാൽ എങ്ങനെയായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്? ഐസൊലേറ്റ് ചെയ്യണം. അല്ലെ. PPE അതിന് അവരെ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും PPE വെയർ ചെയ്യണം. ആ പേഷ്യന്റിനെ ഐസൊലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പ്രോട്ടോകോൾസ് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രോട്ടോകോൾസും എന്താണ് എല്ലാ സ്റ്റാഫുകളും മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ ഫസ്റ്റ് പോയിന്റ്? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, ആൻഡ് സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നത്? ക്ലിനിക്കൽ റെക്കമെൻഡേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നോക്കിക്കോളൂ. ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് ദാറ്റ് കവർ ഇൻപേഷ്യന്റ് കെയർ, മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ്മോർട്ടം കെയർ, ന്യൂ ബോൺ കെയർ എക്സെട്ര. ഓക്കെ, ആരാ ഇൻപേഷ്യന്റ്? അഡ്മിഷൻ ആയിട്ടുള്ള പേഷ്യൻസ്, ഇവിടെ ഡെലിവറിക്ക് വരുന്ന ആൾ. അഡ്മിഷൻ എടുത്ത പേഷ്യന്റിനാണ് ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട് പേഷ്യന്റ് ആരാ? ജസ്റ്റ് കാണിച്ചിട്ട് പോകുന്ന മാത്രം വരുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിളെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻപേഷ്യന്റിന് ഏത് രീതിയിലുള്ള കെയറുകളാണ് നൽകേണ്ടത്? ഓക്കെ, അഡ്മിഷൻ എടുത്ത പേഷ്യന്റിനെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ഓക്കെ, അതിനെക്കുറിച്ചും എന്താണ് പ്രോട്ടോകോൾസുകൾ ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരാം? അഡ്മിഷൻ എടുത്തു, പെയിനുമായിട്ട് വന്ന ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കി, അതിനുശേഷം എന്താ ചെയ്യുന്നത്? അവർക്ക് കൊണ്ടുപോകും. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സ്റ്റേജസിലൂടെയും കടന്നു പോകേണ്ടതുണ്ട് അല്ലെ. പ്രീ ഡെലിവറി റൂമിൽ എത്തുന്നു, അതിനു മുമ്പ് എന്താണ് ഇനീഷ്യൽ എക്സാമിനേഷൻ ഏരിയയിൽ ഇനീഷ്യൽ അസസ്മെന്റിന് വിധേയമാക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മളൊരു 5 ഏരിയാസ് പഠിച്ചില്ലേ മെറ്റേണിറ്റി വാർഡിലെ? ഓക്കെ, ആ സ്റ്റേജിലൂടെ എല്ലാം കടന്നു പോകേണ്ടതുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് എന്താണ് പ്രോട്ടോകോൾസ് ഉണ്ട്, അത് പാലിച്ചിരിക്കണം. അതേപോലെ തന്നെ മാനേജ്മെന്റ് ഓഫ് ലേബറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് എന്താണ് അതിലെ പ്രോട്ടോകോൾസ് ഉണ്ട്, ആ കാര്യങ്ങൾ പാലിച്ചിരിക്കണം. ദെൻ പോസ്റ്റ്മോർട്ടം കെയർ എന്താണ്? ഡെലിവറി കഴിഞ്ഞ ശേഷം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരാം. അപ്പൊ അവർക്ക് ബ്ലീഡിംഗ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യണം, വൈറ്റൽസ് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ സ്റ്റിച്ച് ഉണ്ടെങ്കിൽ എന്താണ് അതിനെ പ്രോപ്പർ ആയിട്ട് കെയർ കൊടുക്കണം, വേണ്ടേ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രോട്ടോകോൾസ് ഉണ്ട്. ദെൻ ന്യൂ ബോൺ കെയർ ആണെങ്കിലോ കുഞ്ഞിന്റെയും ഇതുപോലെ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്യണം, ടെമ്പറേച്ചർ, പൾസ് ഒക്കെ.
ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യണം വേണ്ടേ, വെയിറ്റ് ഹൈറ്റ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യിപ്പിച്ചിരിക്കണം. ഓക്കെ, ഇതൊക്കെ എന്താണ് പ്രോട്ടോകോൾസ് ആണ്. ഇതെല്ലാം വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, ഫോളോ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? 2 പോയിന്റ് ക്ലിയർ ആണോ? യെസ് മാം. ഫസ്റ്റ് വൺ എന്തായിരുന്നു? മാം ഒബ്ലിഗേഷന്റെ മീനിങ് എന്താ? ഒബ്ലിഗേഷൻസ് മീൻ നമ്മൾ എന്താ പറയാ, കടമ എന്നൊക്കെ പറയില്ലേ? കറക്റ്റ് പറഞ്ഞു കൊടുക്കൂ. ഓക്കെ, ദെൻ പിന്നെ എന്താ, എന്തൊക്കെയാ നമ്മൾ ഡിസ്കസ് ചെയ്തത്? 2 പോയിന്റ് എന്താ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? പ്രോട്ടോകോൾസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാ നമ്മൾ ഡിസ്കസ് ചെയ്തത്? അതായത് അവർക്ക് പ്രൊഫഷണൽ അഡ്മിനിസ്ട്രേറ്റീവ്സും പോളിസീസ് ഉണ്ട് കുറെ രീതിയിൽ. അത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷന് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ ട്രാഫിക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ വാർഡിന് പലതരം റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലെ പലതരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ക്ലിനിക്കൽ റെക്കമെൻഡേഷൻ ആണെങ്കിലോ, ഒരു രോഗിയെ ഏത് രീതിയിലായിരിക്കണം പരിചരിക്കേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്താണ് പ്രോട്ടോകോൾസ് ഉണ്ട്, അതെല്ലാം പാലിച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ ഇത്? ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ആണ് എന്താണ്, ടൂൾസുകൾ. മെയിൻലി ഒരു ലേബർ റൂമിനകത്ത് ഉപയോഗിക്കുന്ന ടൂൾസുകൾ. ഫസ്റ്റ് വൺ ആണ് ലേബർ ടേബിൾ. ലേബർ ടേബിളിന്റെ പ്രത്യേകത എന്താണ്? ചൈൽഡ് ബർത്ത് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റബിൾ ടേബിൾ ആയിരിക്കും. ലേബർ റൂമിനകത്ത് യൂസ് ചെയ്യുന്നത് ലേബർ ടേബിൾ വരുന്നുണ്ട്. ആൻഡ് ദ മെയിൻ ഇമ്പോർട്ടന്റ് തിങ് എന്താണ്? റേഡിയന്റ് വാർമർ. എന്താണ് റേഡിയന്റ് വാർമർ? ചൂടാക്കുന്നതാണോ? കുഞ്ഞു കുട്ടികളെ കിടത്തുമ്പോ അതാണോ? എന്താണ്? കൺട്രോൾഡ് വാംത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് ബാധ്യത. ഓക്കെ. എന്താണ് റേഡിയന്റ് വാർമർ എന്ന് പറയുന്നത്? ക്ലിയർ ആണോ? എന്താണ്? കൺട്രോൾഡ് വാംത്ത്. ബേബീസിന് കൺട്രോൾഡ് വാംത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് റേഡിയന്റ് വാർമർ എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എന്താണ്? അവരുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ്. കിട്ടിയോ റേഡിയന്റ് വാർമർ? ഓക്കെ മാം. ദെൻ സ്റ്റെറിലൈസസ്. എന്താ സ്റ്റെറിലൈസസ്? സ്റ്റെറിലൈസ് ചെയ്യാൻ മറ്റേ എക്യുപ്മെന്റ്സ് ഒക്കെ അവർ ഉപയോഗിക്കുന്ന എല്ലാം എന്താണ്? സ്റ്റെറിലൈസ്ഡ് ആയിരിക്കണം. ഓക്കെ. അതേപോലെ ഫീറ്റൽ ഡോപ്ലർ എന്താ? ഫീറ്റൽ ഹാർട്ട് സൗണ്ട് അറിയാൻ വേണ്ടിട്ട് ചെക്ക് ചെയ്യുന്ന മെഷീൻ ഡോപ്ലർ. ഗർഭാവസ്ഥയിൽ ആ ബേബിയുടെ എന്താണ് അവരുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് ഫീറ്റൽ ഡോപ്ലർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? എന്താ റേഡിയന്റ് വാർമർ എന്തായിരുന്നു വിദ്യ? എന്താ റേഡിയന്റ് വാർമർ? ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കുട്ടിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള കൺട്രോൾഡ് വാംത്ത് കൊടുക്കുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ്. ദെൻ ഫീറ്റൽ ഡോപ്ലർ എന്തായിരുന്നു? ഗർഭാവസ്ഥയിലിരിക്കുന്ന കുട്ടിയുടെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് ഫീറ്റൽ ഡോപ്ലർ. അങ്ങനെയാണെങ്കിൽ ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്തായിരിക്കാം? ECG പോലെ കുഞ്ഞു ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോ തന്നെ നോക്കുന്നതായിരിക്കണം. ഓക്കെ, അത് തന്നെ. ഓക്കെ, എന്താണ് ബേബിയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് കോൺട്രാക്ഷന്റെ പെയിനിന്റെ എന്താണ് ഫ്രീക്വൻസി അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ്. ഓക്കെ, എന്താണ് ആ ഗ്രാഫ് നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റുന്നതാണ്. അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാനും പറ്റുന്നതാണ്. ഓക്കെ, ഫീറ്റൽ ഡോപ്ലറിൽ അങ്ങനെ പറ്റുമോ? ജസ്റ്റ് എന്താണ് ഹാർട്ട് ബീറ്റ് മാത്രം ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫിൽ എന്താണ് സിഗ്നൽസ് ആ ഗ്രാഫ്സിൽ എന്താണ് നമുക്കത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. These tools and accessories need to be cleaned, set aside and dried after each use. All labor room equipment must be in good functioning order and be prepared for usage according to staff. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിച്ച എല്ലാ ഡിവൈസുകളും വീണ്ടും മറ്റൊരു അവസരത്തിൽ ഉപയോഗിക്കേണ്ടി വരാം അല്ലെ? അതിന് ഉപയോഗിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങളിലൂടെ ഇത് കടന്നു പോകേണ്ടതുണ്ട്. എല്ലാ ഡിവൈസുകളും എന്താണ് ചില കാര്യങ്ങൾ ചില പ്രോസസ്സുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? ലേബർ റൂമിനകത്ത് ഉപയോഗിക്കുന്നത് ഇപ്പൊ സിസേഴ്സ് ആയിക്കോട്ടെ, എന്താണ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യണം. വീണ്ടും ഉപയോഗിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്തിരിക്കണം? ക്ലീൻ ചെയ്യണം. പിന്നെന്താ ചെയ്യേണ്ടത്? സ്റ്റെറിലൈസ് ചെയ്യണം. ദെൻ ഡ്രൈ ആക്കിയിട്ട് എടുത്തു വെക്കണം. ഡ്രൈ ആക്കണം. ഓക്കെ, ഡ്രൈ ആക്കണം. അതിനുശേഷം പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ വരുത്തിയതിനു ശേഷം ആയിരിക്കണം കീപ്പ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ?
എല്ലാവർക്കും ക്ലിയർ ആണോ? എന്തൊക്കെയായിരുന്നു ഇപ്പൊ ടൂൾസുകള്? നമ്മൾ ഡിസ്കസ് ചെയ്ത ടൂൾസുകൾ ഏതൊക്കെയാ? ആദ്യം ലേബർ ടേബിൾ, റേഡിയൻ വോമർ, എന്താ? ടെമ്പറേച്ചർ കൺട്രോളിംഗ് ഡിവൈസ്. ഓക്കെ. Then സ്റ്റെറിലൈസേഴ്സ്. സ്റ്റെറിലൈസേഴ്സ് പറഞ്ഞു. Then ഫീറ്റൽ ഡോപ്ലർ. ഫീറ്റൽ ഡോപ്ലർ പറഞ്ഞു. എന്തായിരുന്നു അത്? ഫീറ്റൽ ഹാർട്ട് സൗണ്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ ആണ്, ഒരു ഡിവൈസ് ആണ്. ഫീറ്റസിന്റെ എന്താണ് ഹാർട്ട് ബീറ്റ് അറിയുന്നതിനുള്ള, ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് ഫീറ്റൽ ഡോപ്ലർ. Then പിന്നെ ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ്. ടോക്കോ കാർഡിയോഗ്രാഫ് എന്താണ്? ടു ചെക്ക് ദ ഫ്രീക്വൻസി ഓഫ് കൺട്രാക്ഷൻ ബൈ ഗ്രാഫ്. ഫ്രീക്വൻസി അറിയുന്നതിനും അതോടൊപ്പം തന്നെ പിന്നെന്തിനാ, ബേബിയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാനും ഈ ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഇതിലെ സിഗ്നൽസ് നമുക്ക് റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? യെസ് മാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. ഒരു ലേബർ റൂമിനകത്ത് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള മെഷേഴ്സുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി ഫോളോഡ് ബൈ ഓൾ മെഡിക്കൽ സ്റ്റാഫ്. എന്താ പറയുന്നത്? എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, എന്തൊക്കെയായിരിക്കാം ആ സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്? സ്റ്റെറിലൈസേഷൻ അതൊക്കെ അതിൽ വരുന്നതല്ലേ? അതെ. ഓക്കെ. ദെൻ ആയിരിക്കണം. ദെൻ പിന്നെന്താണ്? എല്ലാ എക്യുപ്മെന്റ്സും എപ്പോഴും വർക്കിംഗ് കണ്ടീഷനിലാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ. ദെൻ പഞ്ചർ നീഡിൽസ് അങ്ങനെ വല്ലതുകൊണ്ട് പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാം. PPE വെയർ ചെയ്യണം വേണ്ടേ? ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? PPE വെയർ ചെയ്യാം. പിന്നെന്തായിരുന്നു? ഏരിയ ക്ലീൻ. ഓക്കെ. എൻവയോൺമെന്റ് എന്താണ്? ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടേ? ഐഡന്റിഫിക്കേഷൻ, പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ അത് സേഫ്റ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ? എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് പേഷ്യന്റിനെ? റിസ്റ്റ് ബാൻഡ് നമ്മൾ ചെക്ക് ചെയ്ത് ആ പേഷ്യന്റ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിലോ മെഡിക്കൽ ഫയൽസ് നോക്കി ഉറപ്പുവരുത്തിയിരിക്കണം. ഈ രണ്ട് രീതിയിൽ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്തെങ്കിലും ഉണ്ടോ? നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് നീഡിൽസ് ഒക്കെ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം? അതേപോലെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന മെറ്റീരിയൽസ് ഉണ്ട്, അതെല്ലാനും എങ്ങനെയാണ് പേരെഴുതിയിട്ടുള്ള കവർ ചെയ്തിട്ടുള്ള എന്താണ് കണ്ടെയ്നറിലോ ഡിസ്പോസ് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് മെത്തേഡ് എന്തായിരുന്നു? സ്ക്രബിംഗ് മെത്തേഡ്. ഓക്കെ, എല്ലാ സ്റ്റാഫുകളും സ്ക്രബിംഗ് എന്താണ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ അത്? അപ്പൊ എന്താണ്, എല്ലാ സ്റ്റാഫുകളും മസ്റ്റ് ആയിട്ടും ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിരിക്കണം. സെക്കൻഡ് വൺ എന്താ പറയുന്നത്? പീരിയോഡിക് ഇൻ സർവീസ് ആൻഡ് ട്രെയിനിങ് സെഷൻ ഓൺ ഇൻഫെക്ഷൻ കൺട്രോൾ ടു ബി ഹെൽഡ്. എന്താ അതിൽ പറയുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിനിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ എന്തായിരിക്കാം ഇതിൽ പറയുന്നത്? അത് ഓരോ ഇൻഫെക്ഷൻസ്, പുതിയ പുതിയ ഇൻഫെക്ഷൻസ് ഒക്കെ വരും, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എപ്പോഴും ട്രെയിനിങ് സെഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. മാറ്റത്തിനനുസരിച്ചുള്ള, കാലാകാലങ്ങളിലെ മാറ്റത്തിനനുസരിച്ചുള്ള ട്രെയിനിങ് സെഷൻസ് എല്ലാ സ്റ്റാഫുകൾക്കും നൽകിയിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ. ആൻഡ് തേർഡ് വൺ, ദ ക്ലോത്തിങ് വോൺ ഷുഡ് ബി സാനിറ്ററി ആൻഡ് ക്ലീൻ. എങ്ങനെയായിരിക്കണം? ജം ഫ്രീ ആയിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള ജം ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സസ് വേണം ധരിക്കാനായിട്ട്. ഓക്കെ, ജം ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇത്രയും. ഫസ്റ്റ് വൺ എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് എല്ലാ സ്റ്റാഫുകളും മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്തായിരുന്നു രണ്ടാമത്തെ? എന്താ പഠിച്ചത്? അപ്ഡേറ്റഡ് ആയിരിക്കണം. പുതിയ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ട്രെയിനിങ് സെഷനുകൾ സ്റ്റാഫുകൾക്ക് നൽകിയിരിക്കണം. ആൻഡ് തേർഡ് പോയിന്റ് എന്തായിരുന്നു? ജം ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. PPE ഹാസ് ടു ബി ആക്സസിബിൾ. ഫോർത്ത് വൺ ആണ്. എന്താണത്?
PPE പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ എന്താണ് എത്രയാണ് ആവശ്യം വരുന്നത് ആ സമയത്ത് അന്വേഷിച്ചെടുക്കാൻ പാടുണ്ടോ? പെട്ടെന്ന് തന്നെ എന്താണ് ഈസിലി അവൈലബിൾ ആയിരിക്കണം. അതേപോലെ തന്നെ അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നും സ്റ്റാഫുകൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? PPE ഹാസ് ടു ബി ആക്സസിബിൾ, ഈസിലി നമുക്ക് അവൈലബിൾ ആയിരിക്കണം. ദെൻ 5th പോയിന്റ് എന്താ? ട്രെയിനിങ് ഫോർ എംപ്ലോയീസ് ഓൺ ജനറൽ ആൻഡ് പെർട്ടിക്കുലർ പ്രാക്ടീസസ്. സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ പോലെ തന്നെ എന്താണ് ജനറൽ പ്രാക്ടീസസ് ഉണ്ട്. അതിലെന്താണ് ട്രെയിനിങ്, സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് നൽകിയിരിക്കണം. ലൈക്ക് എന്താണ് പ്രോപ്പർ ആയിട്ട് പേഷ്യൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക. പിന്നെ എന്തൊക്കെ ആയിരിക്കാം? എന്തൊക്കെയാണ് CPR കൊടുക്കുക, അതൊക്കെ ഒരു ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് CPR കൊടുക്കുക, എമർജൻസി സിറ്റുവേഷൻസിൽ CPR കൊടുക്കുക, അതേപോലെ ഫസ്റ്റ് എയ്ഡുകൾ അല്ലെ, ഫസ്റ്റ് എയ്ഡ്സ് കൊടുക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് ട്രെയിനിങ് ഒരു സ്റ്റാഫുകൾക്ക് നൽകിയിരിക്കണം. ക്ലിയർ ആണോ അത്? ആൻഡ് നെക്സ്റ്റ് വൺ, infected patients should be admitted in accordance with hospital protocols. ഒരു പേഷ്യന്റ് എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് എത്തിച്ചേർന്നാൽ എങ്ങനെയായിരിക്കണം? ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ് അനുസരിച്ചായിരിക്കണം അയാളെ ട്രീറ്റ് ചെയ്യേണ്ടത്. എന്തൊക്കെയായിരിക്കാം പ്രോട്ടോകോൾസ്? നമ്മൾ നേരത്തെ കോവിഡിന്റെ കാര്യം പറഞ്ഞു അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫെക്റ്റഡ് പേഷ്യന്റ് ആണ് വരുന്നതെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? PPE ധരിക്കണം, ചെയ്യണം. ദെൻ ഐസൊലേറ്റ് ചെയ്യണം പേഷ്യന്റിനെ. ഐസൊലേറ്റ് ചെയ്യണം. വെരി ഗുഡ്. പിന്നെ എന്തായിരിക്കാം? പിന്നെ അവർക്ക് ഉപയോഗിക്കുന്ന നീഡിൽസും എല്ലാം കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുള്ള ബാഗിൽ കീപ്പ് ചെയ്യണം. ഓക്കെ. അതെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെന്താണ് ആ പേഷ്യന്റ് അഡ്മിഷന് വേണ്ടി കടന്നുപോയ ഏരിയാസ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്, വേണ്ടേ? ഇത്തരത്തിലുള്ള പ്രോട്ടോകോൾസ് എല്ലാം എന്താണ് പാലിച്ചിരിക്കണം. ഓക്കെ, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രോട്ടോകോൾസ് പാലിച്ചിരിക്കണം. And the 7th one, all fitting clothing tools and waste need to be treated as contaminated and handled carefully. എങ്ങനെയായിരിക്കണം ഇത്തരം വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് എന്താണ് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഡിസ്പോസലിന് വിധേയമാക്കേണ്ടതുണ്ട്. ക്ലിയർ ആണോ? എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസും ഉപയോഗിച്ച എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസും എന്താണ് കണ്ടാമിനേറ്റഡ് വേസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത്തരം വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസലിന് വിധേയമാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ വരുന്നുണ്ട്. കെമിക്കലുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന വേസ്റ്റുകൾ വരാം, അതേപോലെ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ്, എസ്പെഷ്യലി ലേബർ റൂമിലായിരിക്കും എന്താണ് ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് ആണ് കൂടുതൽ വരാൻ ചാൻസ് അല്ലേ. അത്തരത്തിൽ അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ വേസ്റ്റുകളും എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ നിക്ഷേപിച്ചിരിക്കണം. ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് അതർ സപ്ലൈസ് ആർ ക്ലീൻഡ്, സ്റ്റെറിലൈസ്ഡ് ആൻഡ് പ്രോസസ്ഡ്. എന്ത് ചെയ്യണം? ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്, ഡിവൈസുകൾ, എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യണം? എങ്ങനെയുള്ളതായിരിക്കണം? ക്ലീൻ ആയിട്ടുള്ള സ്റ്റെറൈൽ സ്റ്റെറൈൽ കണ്ടീഷനിൽ വർക്കിംഗ് കണ്ടീഷൻ ഉള്ളതായിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു പ്രോസസ്സ് പറഞ്ഞു, എന്തൊക്കെയായിരുന്നു ആ പ്രോസസ്സ്? ഉപയോഗിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സ് ക്ലീൻ ചെയ്ത് സ്റ്റെറൈൽ ചെയ്തിട്ട് എപ്പോഴും ഡ്രൈ ചെയ്ത ശേഷം വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം എടുത്തു വെക്കാനായിട്ട്. ഓക്കെ, ആ പ്രോസസ്സിലൂടെ കടന്നുപോയിരിക്കണം. പേഷ്യന്റ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് സ്റ്റെറൈൽ റോബ്സ്. എന്താ റോബ്സ്? എന്താ ഡ്രസ്സുകൾ പറയുന്നതാണ്. ഓക്കെ, സ്റ്റെറൈൽ റോബ്സുകൾ ആയിരിക്കണം പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ജെം ഫ്രീ ആക്കിയിട്ടുള്ള ഡ്രസ്സസ് ആയിരിക്കണം പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അത് സേഫ്റ്റിയെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ എന്താണ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രസ്സസ് ജെം ഫ്രീ ആയിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ആൻഡ് ഇവാലുവേഷൻ ഓഫ് ആൻ എംപ്ലോയീസ് ഹെൽത്ത് ഈസ് ക്രൂഷ്യൽ. എന്താണ് പേഷ്യന്റിന്റെ സേഫ്റ്റി അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ആരുടെ സേഫ്റ്റി എന്ന് പറയുന്നത്? സ്റ്റാഫുകളുടെ ഹെൽത്ത്. അതെന്താണ് അവരുടെ ഹെൽത്തും ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? എന്താണ് ഇപ്പൊ സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതെന്താണ് നമ്മുടെ പേഷ്യന്റിനും സ്പ്രെഡ് ആകാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി സ്റ്റാഫുകളുടെ കണ്ടീഷനും ഹെൽത്ത് കണ്ടീഷനും പ്രോപ്പർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. എന്തൊക്കെയായിരുന്നു അതിൽ ഡിസ്കസ് ചെയ്തത്? നമ്മള് ആദ്യം സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം എല്ലാ മെഡിക്കൽ സ്റ്റാഫും. ഓക്കെ, എന്തൊക്കെയായിരുന്നു അത്? പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ, പിന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുക, PPE വെയർ ചെയ്യുക, പിന്നെ അവിടെയുള്ള ഏരിയ ക്ലീൻ ചെയ്യുക. ഇത്തരത്തിലുള്ള സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം. ഓക്കെ, ദെൻ
പിന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുക. ഓക്കെ, ട്രെയിനിങ് നൽകിയിരിക്കണം, മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ട്രെയിനിങ് നൽകിയിരിക്കണം. ദെൻ പിന്നെ ക്ലീൻ ആയിട്ടുള്ള ക്ലോത്തുകൾ വെയർ ചെയ്യുക, ആ PPE വെയർ ചെയ്യുക. PPE എങ്ങനെയായിരിക്കണം? ഈസിലി അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ആക്സസിബിൾ ആയിരിക്കണം. ദെൻ പിന്നെ എംപ്ലോയീസിന് എല്ലാ കാര്യങ്ങളും ജനറൽ ആൻഡ് പർട്ടിക്കുലർ പ്രാക്ടീസസിന് ട്രെയിനിങ് കൊടുക്കുക. ജനറൽ പ്രാക്ടീസിനും എന്താണ്? ട്രെയിനിങ് നൽകിയിരിക്കണം. ഓക്കെ, ദെൻ ഇൻഫെക്ഷൻ ആയിട്ടുള്ള പേഷ്യൻസ് അവിടുത്തെ ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾസ് അനുസരിച്ച് അഡ്മിറ്റ് ചെയ്യുക. പ്രോട്ടോകോൾസ്, ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ് അനുസരിച്ചായിരിക്കണം എന്ത് ഇൻഫെക്റ്റഡ് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ പിന്നെന്തായിരുന്നു? ധരിച്ചിട്ടുള്ള അവിടെ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ടൂൾസും കണ്ടാമിനേറ്റഡ് എന്ന് ലേബൽ ചെയ്തിട്ടുള്ള രീതിയിൽ വേണം. അതുപോലെ തന്നെ അതിനെ കൃത്യമായിട്ട് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കണം. പിന്നെ അവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം അതിന്റെ സപ്ലൈസ് ക്ലീൻ ചെയ്തിരിക്കണം, സ്റ്റെറൈൽ ചെയ്തിട്ട് അതിന്റെ പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോയിരിക്കണം, വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കണം. അവിടെയുള്ള പേഷ്യന്റിന് എപ്പോഴും സ്റ്റെറൈൽ ആയിട്ടുള്ള ഡ്രസ്സ് വേണം ഇടാനായിട്ട് കൊടുക്കുവാനായിട്ട്. സ്റ്റെറൈൽ റോബ്സ്. ഓക്കെ, പിന്നെ പേഷ്യന്റിന്റെ ഹെൽത്ത് പോലെ തന്നെ എംപ്ലോയീസിന്റെ ഹെൽത്തും ഇവാലുവേറ്റ് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം. എംപ്ലോയീസിന്റെ ഹെൽത്തും എന്താണ്? ഇവാലുവേറ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയിരിക്കണം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ, സ്റ്റാൻഡേർഡ് പ്രിക്വേഷൻസ് ഇൻ ലേബർ റൂം. ഓക്കെ, ഒരു ലേബർ റൂമിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ എന്താണ് പ്രിക്വേഷൻസ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിക്വേഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ഹാൻഡ് വാഷിംഗ് ആണ്. ലേബർ റൂമിനകത്തുള്ള എല്ലാവരും എന്താണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. അതേപോലെ സ്ക്രബിംഗ് മെത്തേഡും ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ വെയറിംഗ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് എന്തായിരിക്കാം? PPE പോലുള്ളവ വെയർ ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു മെഡിക്കൽ വേസ്റ്റുകൾ? ഏതൊക്കെ വരാം? മെഡിക്കൽ വേസ്റ്റുകൾ ഏതൊക്കെ വരാം? ഡ്രഗ്സ് ഒക്കെയാണോ മാം വരിക? അതെ, മെഡിസിൻസ്. മെഡിസിൻസ് വരാം. പിന്നെ ഏതൊക്കെയാണ്? ബോഡി ഫ്ലൂയിഡ്സ്. ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് വരാം. സിറിഞ്ച്, നീഡിൽസ്, ഷാർപ്പ് ഒബ്ജക്റ്റുകൾ വരാം. ഗ്ലൗസസ്, കോട്ടൺ, ക്ലോത്ത്സ്. പലതരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ട്. അതിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയും പ്രോപ്പർ ആയിട്ട് ഡിസ്പോസലിന് വിധേയമാക്കുകയും വേണം. ഓക്കെ, അപ്പോ ഈ ബ്ലഡ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബ്ലഡിന്റെ ആണെങ്കിൽ എന്താണ്? പേരെഴുതിയ ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം നമ്മൾ നിക്ഷേപിക്കേണ്ടത്. ഓക്കെ, അതേ രീതിയിൽ എല്ലാ വേസ്റ്റുകളെയും ആ രീതിയിലായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്. അതേപോലെ എന്താണ് ഇപ്പൊ പാത്തോളജിക്കൽ വേസ്റ്റുകളാണെങ്കിൽ റെഡ് കളർ ബാഗ് ആണ് അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ യെല്ലോ കളർ ബാഗ്സിലായിരിക്കും ഡിസ്പോസ് ചെയ്യുന്നത്. ആ രീതിയിൽ ഡിസ്പോസലിന് വിധേയമാക്കണം. ദെൻ ഷാർപ്പ് ഒബ്ജക്ട്സുകൾ ആണെങ്കിലോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഓക്കെ, ഷാർപ്പ് ഒബ്ജക്ട്സുകളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഡിസ്പോസ് ചെയ്യുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണത്? പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാം. ഡിസ്പോസ് ചെയ്യുമ്പോൾ പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഹാൻഡിൽ ചെയ്യുമ്പോഴോ നമ്മൾ എടുക്കുന്ന സമയത്താണെങ്കിലോ എന്ത് ചെയ്യണം? നമ്മുടെ ഗ്ലൗസ് ധരിച്ചിരിക്കണം. ഗ്ലൗസ് വെയർ ചെയ്തിരിക്കണം. ഓക്കെ, വെരി ഗുഡ്. ഗ്ലൗസ് വെയർ ചെയ്യണം. അതേപോലെ തന്നെ റീക്യാപ്പ് ചെയ്തിരിക്കണം. നീഡിൽസ് റീക്യാപ്പ് ചെയ്തിരിക്കണം. പിന്നെ അത് ഡിസ്പോസ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ എന്ത് ചെയ്യണം? പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. Then sterilization and disinfecting of the items used. എന്താ പറയുന്നത്? അവിടെ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും സ്റ്റെറിലൈസ് ചെയ്ത് ഡിസിൻഫെക്റ്റന്റ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അത് ജെം ഫ്രീ ആക്കിയിരിക്കണം. അതേപോലെ തന്നെ പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്. ഉപയോഗിച്ച എക്യുപ്മെന്റ്സുകൾ എന്താണ്? പ്രോസസിംഗിന് വിധേയമാക്കണം. ഏതൊക്കെയാണ് പ്രോസസ്സ്? ആദ്യം ക്ലീൻ ചെയ്യുക, സ്റ്റെറൈൽ ആൻഡ് ഡിസിൻഫെക്ട് ചെയ്യുക, ഡ്രൈ ചെയ്യുക, ദെൻ സ്റ്റോർ. ഓക്കെ, ഡ്രൈ ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്താണ്? കീപ്പ് ചെയ്യുക. ക്ലിയർ ആണോ ഇത്? ദെൻ സസ്റ്റൈനിങ് എ ക്ലീൻ ആൻഡ് അസെപ്റ്റിക് എൻവയോൺമെന്റ്. എന്താ അതിൽ പറയുന്നത്? എന്താ അസെപ്റ്റിക് മെത്തേഡുകൾ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ്? എന്താണ് അസെപ്റ്റിക് മെത്തേഡ്?
അതെന്താണ് സ്റ്റെറൈൽ ആക്കുന്നതൊക്കെ തന്നെയല്ലേ മാം വരാ? ാക്കുന്നത് അല്ലെ, പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി എന്താണ് ആ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ലേബർ റൂം ജം ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ ഫോളോ ചെയ്യുന്ന ചില മെത്തേഡ്സുകൾ ഏതൊക്കെയായിരുന്നു അത്? ഓട്ടോക്ലേവ്സ്, ഓട്ടോക്ലേവിംഗ്, പിന്നെ ഏതാണ് PP വെയർ ചെയ്യണം, അതേപോലെ അവിടെയുള്ള എയർ കണ്ടീഷൻസ്, എയർ കണ്ടീഷൻ, ലാമിനാർ എയർ ഫ്ലോ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് ജം ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്സ് ആണോ ആരാ ചോദിച്ചത്? 6th പോയിന്റ് ഏതാ? പ്രോസസ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്സ്. എന്താ അതിൽ പറയുന്നത്? നമ്മൾ ഉപയോഗിച്ച എക്യുപ്മെന്റ് വീണ്ടും ഉപയോഗിക്കുന്നതിന് മുൻപ് ചില പ്രോസസ്സിലൂടെ കടന്നുപോയിരിക്കണം അല്ലേ? ഇപ്പൊ നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്തു, അതിനുശേഷം അതേപോലെ തന്നെ അത് കീപ്പ് ചെയ്യാൻ പാടുണ്ടോ? ചില പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഏതൊക്കെയാണ് ആ പ്രോസസ്സ്? ഫസ്റ്റ് വൺ എന്താണ്? ക്ലീൻ ചെയ്തിരിക്കണം. ഓക്കെ, ആ സിസർ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. പിന്നെന്താ? സ്റ്റെറിലൈസ് ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. ദെൻ ജം ഫ്രീ ആക്കിയിരിക്കണം. ഓക്കെ, അണുക്കളെല്ലാം നശിപ്പിച്ചിരിക്കണം. പിന്നെന്തായിരുന്നു? ഡ്രൈ ചെയ്യണം. ഡ്രൈ ചെയ്യേണ്ടതുണ്ട്. ദെൻ ഗുഡ് ഫങ്ഷനിങ് ആണെന്ന് വർക്കിംഗ് കണ്ടീഷൻ ആണ്, ഫങ്ഷൻ ചെയ്യുന്നുണ്ടോന്ന് പ്രോപ്പർ ആയിട്ട് ഉറപ്പുവരുത്തിയിരിക്കണം. ഓക്കെ, അത് ചെക്ക് ചെയ്തിരിക്കണം. ദെൻ പിന്നെന്താണ്? അതിനുശേഷമായിരിക്കണം കീപ്പ് ചെയ്യേണ്ടത്, സൂക്ഷിക്കേണ്ടത്. ക്ലിയർ ആണോ? 6th പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ എന്തായിരുന്നു? സസ്റ്റൈനിങ് എ ക്ലീൻ ആൻഡ് അസെപ്റ്റിക് എൻവയോൺമെന്റ്. ജം ഫ്രീ എൻവയോൺമെന്റ് ആയിട്ട് എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? യെസ് മാം. എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ് മാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്. ഓക്കെ, പിന്നെന്തായിരുന്നു? ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ദെൻ ന്യൂ ബോൺ കെയർ. ഒരു ന്യൂ ബോണിനെ എന്തൊക്കെ കെയർ ആണ് നൽകേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ടോപ്പിക് ആണ്. അതെന്താണ്? അതുകൂടി ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്, ലേബർ വാണ്ട്. അതിനു മുൻപ് എന്തായിരുന്നു? സോൺ പഠിച്ചിട്ടുണ്ടായിരുന്നു. 3 സോണുകൾ. 3 സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു 3 സോണുകൾ? ജിതു സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. കണ്ടിന്യൂ. ബാക്കി എല്ലാവരും മാം, അൺസ്റ്റെറൈൽ സോൺ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി ഒക്കെ സ്റ്റോറേജ് ഏരിയ, അതൊക്കെ വരും. പിന്നെ പ്രൊട്ടക്റ്റീവ് സോൺ ആണുള്ളത്. അതിൽ ചേഞ്ചിങ് റൂം, ലേബർ മുന്നായിട്ട് പ്രീ ലേബർ റൂം, പിന്നെ മെഡിസിൻ ഒക്കെ സ്റ്റോർ ചെയ്യുന്ന റൂം, അതൊക്കെ വരും. പിന്നെ ഡെലിവറി സോൺ ആണുള്ളത്. അതിൽ ഹാൻഡ് വാഷും കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട, പിന്നെ ഡെലിവറി റൂം, ക്ലീൻ സപ്ലൈ റൂം, അതൊക്കെ വരും. എന്തൊക്കെ കാര്യങ്ങളാ വരുന്നത്? 3 സോൺ ആണെന്ന് പറഞ്ഞു. സ്ക്രബിംഗ് സ്റ്റേഷൻ വരുന്നത് ഏത് സോണിലാണ്? സ്ക്രബിംഗ് സ്റ്റേഷൻ ഡെലിവറി സോൺ. ഡെലിവറി സോണിലാണ്. ഡെലിവറി സോൺ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഏരിയ ആയിരിക്കും? സ്റ്റെറൈൽ സോൺ ആയിരിക്കും. സ്റ്റെറൈൽ സോൺ ആയിരിക്കും. ഓക്കെ, അതേപോലെ പ്രീ ലേബർ റൂം വരുന്നത് എവിടെയാ? പ്രീ ലേബർ റൂം പ്രൊട്ടക്റ്റീവ് സോണിലാണ്. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഒരു ലേബർ ഡെലിവറി റിക്കവറി കോംപ്ലക്സിന് വേണ്ടത്? നഴ്സിംഗ് സ്റ്റേഷൻ വേണം. നഴ്സിംഗ് സ്റ്റേഷൻ വേണം. ദെൻ സൂപ്പർവൈസർ ഓഫീസ് വേണം. വെയിറ്റിംഗ് റൂം വേണം. സ്ക്രബ് ഏരിയാസ് ആൻഡ് വാഷിംഗ് ഏരിയാസ്. ദെൻ ഡ്യൂട്ടി റൂം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്ത് ചേഞ്ചിങ് ഏരിയ, റൂം ഡിസൈൻ ഫോർ റൂം. അവിടെയുള്ള റൂം വന്നിട്ട് സ്റ്റോറേജ് എക്യുപ്മെന്റ്സും മെഡിസിൻസ് ഒക്കെ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം അവിടെയുള്ള റൂം ഡിസൈൻ ചെയ്തിട്ടുണ്ടാവാൻ. അതുപോലെ സ്റ്റെറിലൈസിങ് ഫെസിലിറ്റീസ് വേണം. ക്ലിനിക്കൽ ഏരിയാസ് വേണം. അവിടെയുള്ള ടൈൽസ്, അവിടെ ഉപയോഗിക്കുന്ന ടൈൽസ് ആന്റി സ്കിഡ് ആയിട്ടുള്ള ടൈൽസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഫ്ലോറിംഗിന്റെ ചോദിച്ചാൽ ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ് ആണ്. ഓക്കെ, ദെൻ സെൻട്രലി എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. സെൻട്രലി ഒരൊറ്റ ഇന്റർഫേസിൽ നിന്ന് എല്ലാ റൂമിലേക്കും എന്താണ് ടെമ്പറേച്ചർ നൽകുന്ന രീതിയിലുള്ള സെൻട്രലി എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. ദ ലേബർ വാർഡ് പ്രോട്ടോകോൾസ് പഠിച്ചു. എന്തൊക്കെയാണ്? എന്താണ് ലേബർ വാർഡ് പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാല്? അവിടെ ലേബർ വാർഡില് ചെയ്തിരിക്കേണ്ട കുറെ പ്രോട്ടോകോൾസ് ഉണ്ട്. അത് രണ്ട് രീതിയിലുള്ളത്. അഡ്മിനിസ്ട്രേഷൻ പോളിസീസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും പിന്നെ ക്ലിനിക്കൽ റെക്കമെൻഡേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്.
അതിൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസീസ് വരുന്ന കാര്യങ്ങളാണ്. അവരുടെ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത് ക്രൈറ്റീരിയ ഫോർ അഡ്മിഷന്റെ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ ട്രാഫിക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, വാർഡ് റെഗുലേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത്തരം മേഖലകളിൽ ഈ ഫീൽഡിലെല്ലാം എന്താണ് വ്യക്തമായ പ്രോട്ടോകോൾസ് ഉണ്ട്. അതെല്ലാ സ്റ്റാഫുകളും മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാം, ആ സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യാം, ഓക്കെ, ഈ കാര്യങ്ങളിലെല്ലാം എന്താണ് വ്യക്തമായ പ്രോട്ടോകോൾസ് ഉണ്ട്. അതനുസരിച്ചായിരിക്കണം ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ പ്രവർത്തിക്കേണ്ടത്. ദെൻ ക്ലിനിക്കൽ ആണെങ്കിലോ? ക്ലിനിക്കലിൽ വരുന്നതാണ് ഇൻപേഷ്യന്റ് കെയർ, മാനേജ്മെന്റ് ഓഫ് ലേബർ, പോസ്റ്റ്മോർട്ടം കെയർ, ന്യൂ ബോൺ കെയർ. ഓക്കെ, ന്യൂ ബോൺ കെയർ, പോസ്റ്റ്മോർട്ടം കെയർ. ഓക്കെ, ഇതിലും വരുന്ന പ്രോട്ടോകോൾസ് സ്റ്റാഫുകൾ പാലിച്ചായിരിക്കണം. എല്ലാ കാര്യങ്ങളും എന്താണ് ഫോളോ ചെയ്തിരിക്കണം മസ്റ്റ് ആയിട്ട്. ദെൻ ടൂൾസുകൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു ടൂൾസുകൾ? ലേബർ ടേബിൾ, റേഡിയൻ വാർമർ, സ്റ്റെറിലൈസേഴ്സ്, ഫീറ്റൽ ഡോപ്ലർ, ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ്. റേഡിയോ വാർമർ എന്തായിരുന്നു? റേഡിയൻ വാർമർ, ടെമ്പറേച്ചർ കൺട്രോളിംഗ് ഡിവൈസ്. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് റേഡിയൻ വാർമർ എന്ന് പറയുന്നത്. ദെൻ സ്റ്റെറിലൈസർ എങ്ങനെ ടെമ്പറേച്ചർ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതാണെന്ന്. ഫീറ്റൽ ഡോപ്ലർ എന്താ? ഫീറ്റൽ ഡോപ്ലർ എന്തായിരുന്നു? ഡോപ്ലർ ന്യൂ ബോണിന്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാം. ന്യൂ ബോണിന്റെ ആ ഗർഭാവസ്ഥയിൽ ആ ബേബിയുടെ എന്ത് ചെയ്യുന്ന ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് ഫീറ്റൽ ഡോപ്ലർ. ദെൻ ഫീറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്താ? ആ സമയത്തുള്ള കൺട്രാക്ഷന്റെ ഫ്രീക്വൻസി അളക്കാനും അതുപോലെ തന്നെ ഫീറ്റൽ ഹാർട്ട് സൗണ്ട് അല്ലെങ്കിൽ ബീറ്റ് കേൾക്കാനായിട്ടും ഇതുകൊണ്ട് പറ്റും. ഉള്ള ഡിവൈസ് ആണ്. ഓക്കെ, ഇതെന്താണ്? റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, കാർഡിയോഗ്രാഫ് എന്താണ്? ഗ്രാഫ് സിഗ്നൽസ് നമുക്ക് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ അത്? യെസ് മാം. ദെൻ മെഷേഴ്സ് ആയിരുന്നു പഠിച്ചത്. സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള മെഷേഴ്സ് ഏതൊക്കെയായിരുന്നു? സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിരിക്കണം എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സേഫ്റ്റി പ്രൊസീജിയേഴ്സ് അതിൽ വരുന്നത് ഏതൊക്കെയായിരുന്നു? പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ, അതുപോലെ PPE, സ്ക്രബിംഗ്, സ്റ്റെറിലൈസിംഗ്. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്താണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ പാലിച്ചിരിക്കണം. ഓക്കെ, ഇപ്പൊ PPE വെയർ ചെയ്യുക എന്നുള്ളത് എന്താണ് സേഫ്റ്റിയെ ബാധിക്കുന്ന കാര്യമാണത്. പേഷ്യന്റിന്റെ ആണെങ്കിലും അതേപോലെ തന്നെ ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെയും സേഫ്റ്റിയെ ബാധിക്കുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. പിന്നെന്തായിരുന്നു? ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണത്? മാറി വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ട്രെയിനിങ് എല്ലാ സ്റ്റാഫുകൾക്കും കൊടുത്തിരിക്കണം. മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ട്രെയിനിങ് എന്താണ് എല്ലാ സ്റ്റാഫുകൾക്കും നൽകിയിരിക്കണം. ഇന്നത്തെ ടെക്നോളജി ആയിരിക്കില്ല ഒരു 2 വർഷം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള അതിനനുസരിച്ചുള്ള ടെക്നോളജീസ് അല്ലെങ്കിൽ ട്രെയിനിങ്സ് സ്റ്റാഫുകൾക്ക് നൽകിയിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? അവിടെ ഉള്ള സ്റ്റാഫുകൾ ക്ലീൻ ആയിട്ടുള്ള ജം ഫ്രീ ആയിട്ടുള്ള രീതിയിലുള്ള ക്ലോത്ത്സ് ആണ് ധരിക്കാനായിട്ട്. ഓക്കെ, ദെൻ PPE നമുക്ക് എപ്പോഴും ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈസി അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. അതിന്റെ ലൊക്കേഷനും എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈസിലി PPE എങ്ങനെയാണ് ഈസിലി അവൈലബിൾ ആയിരിക്കണം, അതോടൊപ്പം തന്നെ ലൊക്കേഷനും അറിഞ്ഞിരിക്കണം. ദെൻ പിന്നെ അവിടെയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും എംപ്ലോയീസിന് ഒരു ട്രെയിനിങ് കൊടുത്തിരിക്കണം. അവിടെ ജനറൽ ആൻഡ് പർട്ടിക്കുലർ പ്രാക്ടീസസ് നൽകിയിരിക്കണം. ഓക്കെ, ജനറൽ പ്രാക്ടീസസിലും എന്താണ് നേരത്തെ സേഫ്റ്റി പ്രൊസീജിയറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ജനറൽ പ്രാക്ടീസസിലും ട്രെയിനിങ് സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നൽകിയിരിക്കണം. ദെൻ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് അഡ്മിഷൻ വരുമ്പം അവിടുത്തെ ഹോസ്പിറ്റൽ പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ട് വേണം അവരെ അഡ്മിഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പൊ കോവിഡ് ആണ് പറയുന്നതെങ്കിൽ കോവിഡ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഐസൊലേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ? അതേപോലെ ഏതൊരു ഇൻഫെക്റ്റഡ് പേഷ്യന്റ് ആണ് വരുന്നതെങ്കിലും ആ ഹോസ്പിറ്റൽസിന്റെ പ്രോട്ടോകോൾസ് അനുസരിച്ചായിരിക്കണം അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. ദെൻ പിന്നെന്തായിരുന്നു? അവര് അവര് ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് ആയിക്കോട്ടെ എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് കണ്ടാമിനേറ്റഡ് ചെയ്തിട്ടുള്ള രീതിയിൽ വേണം ട്രീറ്റ് ചെയ്യാനായിട്ടും അതുപോലെ കെയർഫുൾ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയും പ്രോപ്പർ ആയിട്ട് ഡിസ്പോസലിന് വിധേയമാക്കുകയും വേണം. പിന്നെന്തായിരുന്നു? അവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറൈൽ ചെയ്തിരിക്കണം. ഒരു പ്രോസസ്സിങ്ങിലൂടെ വേണം കടന്നു പോകാനായിട്ട്. പിന്നെ അവിടെയുള്ള എല്ലാ പേഷ്യൻസിനും സ്റ്റെറൈൽ റോബ്സ് അഥവാ സ്റ്റെറൈൽ ആയിട്ടുള്ള ഡ്രസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം.
പിന്നെ എംപ്ലോയീസിന്റെ ഹെൽത്തും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പേഷ്യന്റിന്റെ സേഫ്റ്റി പോലെ തന്നെയാണ് എന്താണ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെ ഹെൽത്തും പ്രോപ്പർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. ദെൻ സ്റ്റാൻഡേർഡ് പ്രിക്യൂഷൻസ് ഏതൊക്കെയാ? പറഞ്ഞോട്ടെ മാം. പറഞ്ഞു. സ്റ്റാൻഡേർഡ് പ്രിക്യൂഷൻസ് ഇൻ ലേബർ റൂം. ഹാൻഡ് വാഷിംഗ്, ഹാൻഡ് വിയറിംഗ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, ആ പ്രോപ്പർ ബയോമെഡിക്കൽ വേസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തിരിക്കണം. അതുപോലെ ഷാർപ്പ് ഒബ്ജക്ട്സ് ഹാൻഡിൽ ചെയ്യുമ്പം പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കണം. അതുപോലെ എല്ലാ ഐറ്റംസും ഡിസിൻഫെക്റ്റന്റ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഉപയോഗിച്ച എക്യുപ്മെന്റ്സ് വീണ്ടും ഒരു പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോയിട്ട് വേണം നമ്മളത് അടുത്ത തവണ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട്. അതുപോലെ എല്ലാ എൻവിയോൺമെന്റ്, അവിടെയുള്ള എൻവിയോൺമെന്റ് ക്ലീൻ ആയിട്ടുള്ള അസെപ്റ്റിക് എൻവിയോൺമെന്റ് വേണം എപ്പോഴും കീപ്പ് ചെയ്യണം, സസ്റ്റെയിൻ ആയിട്ട് കീപ്പ് ചെയ്യണം. കീപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. ഹാൻഡ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രബിങ്ങിന് വിധേയമായിരിക്കണം. അതേപോലെ തന്നെ PPE വെയർ ചെയ്യണം. പിന്നെന്തായിരുന്നു, ബയോമെഡിക്കൽ വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുകയും അതേപോലെ ഡിസ്പോസ് ചെയ്യുകയും വേണം. ഷാർപ്പ് ഒബ്ജക്ട്സുകളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? ഗ്ലൗസ് വെയർ ചെയ്യണം. അതേപോലെ തന്നെ നീഡിൽസ് റീക്യാപ്പും ചെയ്തിരിക്കണം. പിന്നെന്തായിരുന്നു, ഉപയോഗിച്ച ഐറ്റംസിന് എന്ത് ചെയ്യണം? മെറ്റീരിയൽസ് ആണെങ്കിൽ എക്യുപ്മെന്റ്സുകൾ ആണെങ്കിൽ സ്റ്റെറിലൈസേഷന് വിധേയമാക്കിയിരിക്കണം. അതേപോലെ തന്നെ യൂസ്ഡ് എക്യുപ്മെന്റ്സ് ചില പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏതൊക്കെയാണ്? ക്ലീൻ ചെയ്യുക, അതേപോലെ സ്റ്റെറിലൈസേഷന് വിധേയമാക്കുക. ദെൻ പിന്നെന്തായിരുന്നു? ഡ്രൈ ചെയ്യുക, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഈ പ്രോസസ്സിലൂടെ പോയതിനു ശേഷമായിരിക്കണം എന്ത് വീണ്ടും ഉപയോഗിക്കുന്നത്. സ്റ്റോർ ചെയ്യേണ്ടത്. പിന്നെന്തായിരുന്നു, നമ്മുടെ ലേബർ റൂം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ജെം ഫ്രീ എൻവയോൺമെന്റ് അവിടെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എല്ലാവർക്കും? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്താണ്? ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്, പിന്നെ ഏതായിരുന്നു? ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്, ന്യൂ ബോൺ കെയർ. ഈ ചാപ്റ്റേഴ്സ് എല്ലാവരും എന്താണ് റീഡ് ചെയ്തിട്ടുണ്ട് വരാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? No, ma'am. Okay. Then ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? Yes, ma'am. മാം ഇതിന്റെ കുറച്ച് ചാപ്റ്റർ കഴിയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തരണേ മാം. MCQ ആണോ? ഇപ്പം വേറെ മിസ്മാരൊക്കെ തരുന്നുണ്ട് കുറച്ച്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ ബൈ. Thank you, ma'am. 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 Thank you, ma'am.